നൊയമ്പുകാല ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ത്രിയേക ദൈവത്തിനെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുമാണ്. അപ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സെക്കൻഡ്, ഒരു പാട്ട് പാടിക്കൊണ്ട് ഇന്നത്തെ മെഡിറ്റേഷൻ തുടങ്ങാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മാനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മാനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. പലപ്പോഴും പല പാട്ടുകളിലൂടെയും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പാടാറുണ്ട്. പക്ഷെ ദൈവം സ്നേഹമാണ് എന്നുള്ള ആ പൂർണ്ണ ബോധ്യത്തിലേക്ക് വരാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് മനുഷ്യന്റെ സ്നേഹമായിട്ടാണ് നമ്മളത് കൂട്ടിക്കലർത്തുന്നത്. കാരണം മനുഷ്യൻ എങ്ങനെ സ്നേഹിക്കും, മനുഷ്യൻ എങ്ങനെ ആ സ്നേഹത്തോട് പ്രതികരിക്കും എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ദൈവസ്നേഹത്തെയും നമ്മൾ പലപ്പോഴും കാണാൻ ശ്രമിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എന്താണ്, ആ സ്നേഹം എങ്ങനെയാണ് ഒറിജിനേറ്റ് ആവുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ചിന്ത നമുക്കാർക്കും ഇല്ലാത്തതാണ് ഒരു വലിയ പ്രശ്നം. അപ്പോ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് ഇന്ന് നമ്മുടെ വലിയ നൊയമ്പിന്റെ വായനാ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആ വായനാ ഭാഗത്തില് നമുക്ക് ആദ്യമേ തന്നെ വായിക്കാനുള്ളത് എക്സോഡസിന്റെ ചാപ്റ്റർ 34 നമുക്ക് പോവാം. മോശയുടെ അടുത്തേക്ക് കൽപ്പലകൾ കൊടുക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അപ്പൊ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും, എക്സോഡസ് ചാപ്റ്റർ 34 വേഴ്സ് 5. And Jehovah descended in the cloud and stood with him there and proclaimed the name of Jehovah. And Jehovah passed by before him and proclaimed, Jehovah, Jehovah, a God merciful and gracious, slow to anger and abundant in loving kindness and truth. ഇവിടെ ദൈവത്തിന്റെ നാമത്തെ പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ദൈവസ്നേഹം എന്ന് പലപ്പോഴും പറയുമ്പോൾ ഈ ദൈവം എങ്ങനെയാണ് സ്നേഹമാകുന്നത്, ഈ ദൈവത്തിന് എങ്ങനെയാണ് സ്നേഹമായി നിൽക്കാൻ പറ്റുന്നത് എന്ന് ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നേ ഈ ദൈവം സ്നേഹമായിരുന്നോ? കാരണം ദൈവത്തിന് സ്നേഹമായിരിക്കാനേ പറ്റത്തുള്ളൂ. ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ. അപ്പൊ ചേഞ്ചസ് വരത്തില്ല, ദൈവത്തിന് ചേഞ്ചസ് വരത്തില്ല. അപ്പൊ ദൈവം ഇന്ന് സ്നേഹമാണെങ്കിൽ നാളെയും സ്നേഹമാണ്,
മറ്റന്നാളും സ്നേഹമാണ്. കഴിഞ്ഞു പോയ ദിവസങ്ങളെല്ലാം സ്നേഹമാണ്. പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും അവൻ സ്നേഹം തന്നെയാണ്. അപ്പോ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈവൻ ഈ വേൾഡിന്റെ ഫൗണ്ടേഷൻസ് ഇടുന്നതിന് മുന്നേ ഈ ദൈവം എങ്ങനെ സ്നേഹമായി നിൽക്കാൻ പറ്റി? അപ്പൊ സ്നേഹമാകണമെങ്കിൽ ഈ ദൈവത്തിൽ ഒരു വ്യക്തി മാത്രം ഒരു സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. കാരണം സ്നേഹം പകരുവാനായിട്ട് ഒരു പാത്രം വേണം. സ്നേഹം പകരുവാനായിട്ട് ഒരു പാത്രം വേണം. ആ പാത്രത്തിലേക്കാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം മറ്റൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സംഭവത്തിലേക്ക് നമുക്ക് പകരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒറ്റയ്ക്കൊരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്നേഹമായി മാറാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ അവിടെ ദൈവം ട്രിനിറ്റിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ദൈവം ട്രിനിറ്റിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പെന്തക്കോസ്ത് ലോകത്തിൽ ഞാനായിരുന്നു. അതിൽ നിന്ന് ഞാൻ സഭയിലേക്ക് കടന്നു വരുവാനുള്ള ഒരു പ്രധാന ഭാഗം തന്നെ ട്രിനിറ്റി, പരിശുദ്ധ ത്രിത്വം എന്നുള്ള വിശ്വാസമായിരുന്നു. ആ ത്രിത്വം എന്താണ് എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ഗ്രാഹ്യം വന്നു കഴിഞ്ഞാൽ, അത് എന്താണെന്ന് ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവിധ അണ്ടർസ്റ്റാൻഡിങ്ങുകളും അവിടെ മാറി മറിയും. ട്രിനിറ്റി എല്ലാത്തിൻ്റെ ഫൗണ്ടേഷനാണ്. ട്രിനിറ്റി എന്താണ് എന്നുള്ള ഒരു കോർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും വെസ്റ്റേൺ ദൈവശാസ്ത്രത്തിന് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രത്തിന് ആ ട്രൂ ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അവർക്ക് ആ ദൈവസ്നേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തതും ദൈവത്തിന്റെ ആ ഒരു കരുതലിനെ അല്ലെങ്കിൽ ദൈവം ആരാണെന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ ട്രിനിറ്റിയുടെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണ് വികലമായ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പോസ്റ്റ് കാണാനിടയായി. ആ പോസ്റ്റിനകത്ത് പറയുകയായിരുന്നു, തന്നെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? എന്നെ സ്നേഹിക്കുന്നില്ല, ഒരു പയ്യനെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ പയ്യൻ അവനെ സ്നേഹിക്കാത്ത പെണ്ണിന്റെ മുഖത്ത് ആസിഡ് കോരി ഒഴിക്കുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അപ്പൊ മറ്റൊരാൾ പറയാണ്, ഇല്ല, അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്ത് ദുഷ്ടനാവൻ, അവനെ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞ അവൻ മറ്റേ ആ പെണ്ണിന്റെ മുഖത്തേക്ക് എന്താ ആസിഡ് കോരി ഒഴിക്കുക. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം വരിക, ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാത്തവരെ എല്ലാം നരകത്തിൽ കൊണ്ടിട്ടാൽ ആ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ ദൈവത്തെ നമ്മൾ വികലമായിട്ട് കാണാൻ യാതൊരു കുറവും നമ്മൾ വിടാറില്ല. അപ്പൊ ഇന്ന് ഈ വായനാ ഭാഗത്തിൽ നമ്മൾ എക്സോഡസ് നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള രണ്ട് കാഴ്ചപ്പാടുകളാണ് തുറന്നു കിട്ടുന്നത്. ഈ രണ്ട് കാഴ്ചപ്പാടുകളും വളരെ ഇന്റർലിങ്ക്ഡ് ആണ്. ഈ രണ്ട് കാഴ്ചപ്പാടുകളും വളരെ പവർഫുൾ ആണ്. ത്രൂ ഔട്ട് ബൈബിൾ വളരെ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന കാഴ്ചപ്പാടാണ്. അതാണ് ദൈവം തൃത്വമായി വെളിപ്പെടുന്നു. മോശയുടെ മുന്നിൽ ദൈവം തൃത്വമായി വെളിപ്പെടുന്നു. അപ്പോൾ ട്രിനിറ്റി ഒരു പുതിയ നിയമ കോൺസെപ്റ്റ് അല്ല. പഴയ നിയമത്തിലും മോശ അണ്ടർസ്റ്റാൻഡ് ചെയ്ത ദൈവം ട്രിനിറ്റി ആയിരുന്നു. നമുക്കിന്ന് വായിച്ച ആ ഭാഗം, അത് നമ്മുടെ പിതാക്കന്മാർ ക്രമീകരിച്ച വായനാ ഭാഗത്ത് ഇന്ന് വരുന്ന ഒരു പ്രധാന ഭാഗമാണ്. അത് ആ വാക്യത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, and Yehovah descended in the cloud. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് ധ്യാനിക്കുക. ഇത് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് വെളിപ്പെടുത്തിയത് ഒരു വലിയൊരു റെവലേഷൻ ആണ്, ട്രിനിറ്റേറിയൻ റെവലേഷൻ ആണ്. ഇവിടെ എങ്ങനെയാണ് മോശയ്ക്ക് ദൈവം വെളിപ്പെടുന്നത് എന്ന് നമുക്കിവിടെ ശ്രദ്ധിക്കാം.
and Yehovah descended in the cloud. നിങ്ങൾ ഈ പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ വളരെ ക്ലിയർ ആയിട്ട് കാണുക. യഹോവ ഡിസെൻഡഡ് ഇൻ ദ ക്ലൗഡ് ആൻഡ് സ്റ്റുഡ് വിത്ത് ഹിം there. അപ്പൊ യഹോവ ക്ലൗഡിൽ ഇറങ്ങി വന്ന് മോശയുടെ കൂടെ നിൽക്കുകയാണ്. അപ്പൊ മോശയുടെ കൂടെ യഹോവ ക്ലൗഡിൽ ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അടുത്തതായിട്ട് പറയാണ്, ആൻഡ് പ്രൊക്ലെയിംഡ് ദ നെയിം ഓഫ് യഹോവ. മോശയുടെ കൂടെ ക്ലൗഡിൽ ഇറങ്ങി വന്ന് മോശയുടെ കൂടെ നിൽക്കുന്ന യഹോവയുടെ പേര് ഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ യഹോവയുടെ നാമം ഘോഷിക്കുകയാണ്. അപ്പൊ ഒരിക്കലും എനിക്ക് എന്റെ നാമം ഘോഷിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഐ കാനോട്ട് പ്രൊക്ലൈം മൈ ഓൺ നെയിം. നമ്മൾ പ്രൊക്ലൈം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ വി പ്രൊക്ലൈം സമ്മൺ അതേഴ്സ് നെയിം, വേറൊരാളുടെ പേരാണ്. അപ്പം ഇവിടെ യഹോവ ക്ലൗഡിൽ ഇറങ്ങി വന്ന് മോശയുടെ കൂടെ നിന്ന് യഹോവയുടെ നാമം പ്രൊക്ലൈം ചെയ്യുന്നു. അപ്പം ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ ട്രിനിറ്റി, എൻ്റെ ഒരു അനുമാനം, കാരണം ഇവിടെ ഡിസെൻഡഡ് ഇൻ ക്ലൗഡ് എന്ന ഒരു ടേം കാണുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ ഡിസെൻഡഡ് ഓൺ ക്ലൗഡ് എന്ന് പറയുന്നത് പുത്രനായ ദൈവത്തെ കുറിച്ചാണ് എന്ന് ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുന്നു. അപ്പോ വൺ പേഴ്സൺ ഇൻ ട്രിനിറ്റി ഡിസെൻഡഡ് ഓൺ ക്ലൗഡ്, എന്നിട്ട് മോശയുടെ അടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ആ ട്രിനിറ്റിയിലെ അതർ പേഴ്സണെ കുറിച്ച് പ്രൊക്ലെയിം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആ പിക്ചർ ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹോവ descended in the cloud and stood with him there and proclaimed the name of യഹോവ. യഹോവയുടെ പേര് അവിടെ പ്രൊക്ലെയിം ചെയ്യുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, ആൻഡ് യഹോവ പാസ്ഡ് ബൈ ബിഫോർ ഹിം. അപ്പൊ ഈ യഹോവയുടെ പേര് പ്രൊക്ലെയിം ചെയ്തപ്പോ ഈ പ്രൊക്ലെയിം ചെയ്ത പേരുള്ള ഈ യഹോവ പാസ്ഡ് ബൈ ബിഫോർ ഹിം. അപ്പൊ ഒരു യഹോവ മേഘത്തിൽ ഇറങ്ങി മോശയുടെ കൂടെ നിൽക്കുന്നു, മറ്റ് യഹോവയുടെ പേര് പറയുന്നു. അപ്പോൾ പേര് പറഞ്ഞ യഹോവ, ആ ദൈവം അവന്റെ മുന്നിൽ കൂടെ പാസ് ചെയ്യുന്നു. യഹോവ പാസ്ഡ് ബിഫോർ ഹിം ആൻഡ് പ്രൊക്ലെയിംഡ്. എന്നിട്ട് ഈ യഹോവ, ഈ മുന്നിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ യഹോവ പ്രൊക്ലെയിം ചെയ്യണം, ആ ദൈവത്തിന്റെ പേര് പ്രൊക്ലെയിം ചെയ്യുകയാണ്. യഹോവ യഹോവ എ ഗോഡ്. യഹോവ യഹോവ എ ഗോഡ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ എത്ര തവണ യഹോവ എന്നുള്ള വാക്കുണ്ട്. യഹോവ പാസ്ഡ് ബൈ എന്ന് എഴുതിയിട്ടുണ്ട്. യഹോവ പാസ്ഡ് ബൈ, അപ്പൊ പാസ് ചെയ്ത യഹോവ. പ്രൊക്ലെയിം ചെയ്യുമ്പോൾ രണ്ട് യഹോവയെ കുറിച്ച് പറയുന്നു, ആൻഡ് പ്രൊക്ലെയിംഡ് യഹോവ യഹോവ. അപ്പൊ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, യഹോവ പാസ്ഡ് ബൈ ബിഫോർ ഹിം എന്ന് പറയുമ്പോൾ എന്റെ പേഴ്സണൽ വിശ്വാസത്തിൽ ഞാനത് പരിശുദ്ധ റൂഹായാണ് ആ പാസ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുത്രനായ ദൈവം ആദ്യമേ മേഘത്തിൽ വന്ന് മോശയുടെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ പേര് പ്രൊക്ലെയിം ചെയ്യുന്നു. പരിശുദ്ധാത്മാവായ ദൈവം മോശയുടെ മുന്നിൽ കൂടെ പാസ് ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും നാമം അവിടെ പ്രഘോഷിക്കുകയാണ്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് ഇനിയും ധ്യാനിക്കുക. ആ വാക്യത്തെ നിങ്ങൾ ധ്യാനിക്കുക. എനിക്ക് ഒരുപാട് എന്താ പറയുക, ഒരു ഡീപ്പ് മെഡിറ്റേഷൻ ഉള്ള ആ ഒരു തോട്ടാണ്. കാരണം ആ ദൈവത്തിലെ ട്രിനിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു വലിയ രഹസ്യം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ട്രിനിറ്റി ഒരിക്കലും തന്നെത്താൻ പുകഴുന്നതല്ല, എപ്പോഴും അന്യോന്യമുള്ള സബ്മിഷനാണ്, സ്നേഹത്തിലും ഐക്യത്തിലുമുള്ള സബ്മിഷൻ. അപ്പൊ ദൈവം ഇവിടെ പലപ്പോഴും പല വ്യക്തികളും ഇപ്പം ഒരു യഹോവ വന്നു, മറ്റു യഹോവ ഇങ്ങനെ ചെയ്തു, വേറൊരു യഹോവയെ പേര് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ എത്ര യഹോവ ഉണ്ടെന്ന് ചോദിക്കും. ഈ ഗോഡ്, ദൈവം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊരു വ്യക്തിയായിട്ടല്ല,
അതൊരു അധികാര കേന്ദ്രമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയായിട്ടല്ല, ഒരു അധികാര കേന്ദ്രമായിട്ട് ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണം. ദൈവം എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ഒരു വ്യക്തി ഒരു കസാരയിൽ ഇരിക്കുന്നതാണ് നമ്മളുടെ ചിന്തയിൽ വരുന്നതെങ്കിൽ വി ആർ നോട്ട് ഇൻ എ പ്രോപ്പർ ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ്, വി ആർ ഹാവിങ് സം യൂണിറ്റേറിയൻ ബിലീഫ്സ്. ദൈവം എന്ന് പറയുമ്പോൾ ഒരു അധികാര കേന്ദ്രമാണ്. ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ മോദി ഗവൺമെന്റ് എന്ന് പറയും, പക്ഷെ അവിടെ മോദി അല്ല എല്ലാം തീരുമാനിക്കുന്നത്. ബട്ട് ഇറ്റ്സ് കോൾഡ് മോദി ഗവൺമെന്റ്, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അല്ല, അതൊരു ഗ്രൂപ്പ് ഓഫ്, അതൊരു അധികാര കേന്ദ്രമാണത്. അപ്പൊ ദൈവം എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയല്ല, അതൊരു അധികാര കേന്ദ്രമാണ്. ആ ദൈവം എന്ന ഏക അധികാര കേന്ദ്രത്തിൽ 3 പേഴ്സൺസ് ആണുള്ളത്. 3 ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ്, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ആ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റിന്റെ ഒരു മ്യൂച്വൽ സിങ്ക്രണൈസേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ എല്ലാവരും യേശുവിന്റെ ശബ്ദം കേൾക്കുന്നു, ഞങ്ങൾ യേശു പറയുന്നത് കേൾക്കും എന്നൊക്കെ പറയും. അപ്പൊ യേശു പറയുന്നത് കേൾക്കുന്ന ഒരാൾക്ക് പോലും പിതാവിനെ കുറിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞു കൊടുക്കാതിരിക്കത്തില്ല. കാരണം ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പുത്രനായ ദൈവം മോശയുടെ മുന്നിൽ ക്ലൗഡിൽ ഇറങ്ങി വരികയാണ്, എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ നെയിം പ്രഘോഷിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റുന്ന, ഒരു പാറക്കിലീത്ത വരും, എന്നെ പോലെ മറ്റൊരുത്തൻ വരും, അപ്പോൾ അവൻ വരും 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 എന്നുള്ള ഒരു പ്രൊക്ലമേഷൻ ആണ് അവിടെ പുത്രനായ ദൈവം തരുന്നത്. ഈ എക്സോഡസിലുള്ള അതേ കാഴ്ചപ്പാട് തന്നെ, അല്ലെങ്കിൽ ഈ എക്സോഡസിൽ നടന്ന അതേ ചിത്രം തന്നെ നിങ്ങൾക്ക് പുതിയ നിയമത്തിലും കാണാൻ സാധിക്കും. കാരണം എക്സോഡസിൽ പുത്രനായ ദൈവം വരുന്നു, പരിശുദ്ധ റൂഹായെ കുറിച്ച് പറയുന്നു. എന്നിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ കാണുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ റൂഹ വരുന്നു, പിതാവിനെയും പുത്രനെയും കുറിച്ച് പറയുന്നു. അപ്പൊ ഇതേ സെയിം റിഫ്ലക്ഷൻ നമുക്ക് എക്സോഡസിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എക്സോഡസിൽ പുത്രൻ റൂഹായെ കുറിച്ച് പറയുന്നു, റൂഹ മോശയുടെ മുന്നിൽ കൂടെ പാസ് ചെയ്യുന്നു, പിതാവിനെയും പുത്രനെയും യഹോവ യഹോവ എന്ന് സംബോധന ചെയ്യുന്നു. പരിശുദ്ധ തൃത്വം, ദ ട്രൂ സിങ്ക്രണൈസേഷൻ, ആ ഒരു സ്നേഹത്തിൽ നിന്നുള്ള സബ്മിഷൻ. പിതാവ് പുത്രന് സബ്മിറ്റ് ചെയ്യുന്നു, പുത്രൻ പിതാവിന് സബ്മിറ്റ് ചെയ്യുന്നു, പരിശുദ്ധ റൂഹ പിതാവിനും പുത്രനും സബ്മിറ്റ് ചെയ്യുന്നു. അവരുടെ ചിന്തകൾ വ്യത്യസ്തമല്ല, അവരുടെ സ്നേഹത്തിന്റെ അളവിന് വ്യത്യാസമില്ല. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒരേപോലെ സ്നേഹിക്കുന്നു. അതിനെ ആദിമ സഭാപിതാക്കന്മാർ പെറികൊറോസിസ് എന്നുള്ള പേരുകൊണ്ട് അതിനെ സംബോധന ചെയ്തിരുന്നു. പെറികൊറോസിസ് എന്ന് പറയുമ്പോൾ അതൊരു നൃത്ത ശൈലിയാണ്, നൃത്തശൈലി. അതിൽ 2ൽ കൂടുതൽ ആൾക്കാര് കൈകോർത്ത് പിടിക്കുകയും അവര് വട്ടം കറങ്ങി കറങ്ങി ഒരു സിങ്ക്രണൈസ്ഡ് ഡാൻസ് ഫോം രൂപീകരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ ആ ഡാൻസ് ഇങ്ങനെ പാട്ടിന്റെ പവർ മൂത്ത് വരുമ്പോൾ അവരിങ്ങനെ ഡാൻസ് ചെയ്ത് ഒരു പെർഫെക്റ്റ് സിങ്ക്രണൈസ്ഡ്, നല്ല രസമാണ് അത് കാണാന്. അപ്പൊ ആ ഒരു സിങ്ക്രണൈസ്ഡ് ഡാൻസ് ഫോമിനെ പെറികൊറോസിസ് എന്നാ പറയുന്നത്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു പെർഫെക്റ്റ് പെറികൊറോസിസിലായിരുന്നു എന്ന് സഭാപിതാക്കന്മാരുടെ പഠിപ്പിക്കലുണ്ട്. കാരണം അവരുടെ ഉള്ളിലെ ആ സ്നേഹത്തിൽ നിന്ന് ആ നിത്യമായ നടനം വരുന്നു, ട്രൂ ഡാൻസ്, ആ സ്നേഹത്തിൽ നിന്നുള്ള നൃത്തം. അപ്പോൾ ആ നൃത്തത്തിൽ ഒരിക്കലും വലിയവനോ ചെറിയവനോ ഇല്ല. ട്രിനിറ്റി ഈസ് ഓൾ അബൌട്ട് ഇക്വാലിറ്റി. ട്രിനിറ്റി ഈസ് ഓൾ അബൌട്ട് ഇക്വാലിറ്റി. ദൈവം ഈക്വലായി, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒരു വ്യത്യാസവും കൂടാതെ അവർ ദൈവമാണ്, ഒരു ദൈവമാണ്, ഏകദൈവം. അപ്പോൾ ആ ട്രിനിറ്റി പോലെ തന്നെ ആയിരിക്കണം ആ ട്രിനിറ്റിയുടെ ശരീരവും. ദൈവം നമ്മുടെ തലയാകുമ്പോൾ ശരീരമാകുന്ന സഭ, ഈ ശരീരമാകുന്ന സഭയും
പെർഫെക്റ്റ് സിങ്ക്രണൈസേഷനിലായിരിക്കണം. അതാണ് ക്രിസ്തുവിന്റെ തലയോളം വളരുക എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ആരാണ് വലിയവൻ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വലിയതാവാൻ ശ്രമിക്കുന്നു. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് വലിയവനാകേണ്ടത് എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല, നിന്റെ പെർഫോമൻസ് കൊണ്ടല്ല. മ്യൂച്വൽ ലവ്, മ്യൂച്വൽ അഡോറേഷൻ, അതാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ അതാണ്, കിങ്ഡം ഓഫ് ഗോഡിന്റെ പ്രിൻസിപ്പിൾ അതാണ്, സിങ്ക്രണൈസ്ഡ് ലവ് ഫെലോഷിപ്പ്. അപ്പൊ ക്രിസ്തുവിന്റെ തലയോളം വളരുക എന്ന് പറയുമ്പോൾ നമ്മളും ആ സിങ്ക്രണൈസ്ഡ് ലവ് ഫെലോഷിപ്പിൽ ആകണം. പിതാവേ, ഞാൻ നിന്നിലും നീ എന്നിലും ഉള്ളതുപോലെ ഇവരും നമ്മളിലായിത്തീരണം, നമ്മളെല്ലാവരും ഒന്നായിത്തീരണമെന്ന് കർത്താവായ യേശു മിശിഹ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പെർഫെക്റ്റ് സിങ്ക്രണൈസേഷനിലേക്ക് വരാനാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്, പെർഫെക്റ്റ് സിങ്ക്രണൈസേഷൻ. പക്ഷെ പലപ്പോഴും നമുക്ക് ആ സിങ്ക്രണൈസേഷനിലേക്ക് വരാൻ പറ്റുന്നില്ല. അത് നമുക്ക് ഈ വായനാ ഭാഗത്തിന്റെ അടുത്ത ഇതിലേക്ക് നമുക്ക് പോകാം. പിതാക്കന്മാരുടെ ക്രമീകരണം എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നമുക്ക് നോക്കാം. മാത്യു ചാപ്റ്റർ 18. മാത്യു ചാപ്റ്റർ 18. ഞാനത് സ്ക്രീൻ ഷെയർ ചെയ്യാം. Matthew chapter 18. In that hour came the disciples unto Jesus, saying, Who then is greatest in the kingdom of heaven? ആരാണ് ദൈവരാജ്യത്തിൽ വലിയവൻ എന്നാണ് ഇവിടെ ചോദ്യം. Who then is greatest in the kingdom of heaven? And he called to him a little child and set him in the midst of them. അവനൊരു ശിശുവിനെ അടുക്ക വിളിച്ചു, അവരുടെ നടുവിൽ നിർത്തി. And he said, Verily I say unto you, except ye turn and become as little children, ye shall in no wise enter into the kingdom of heaven. ദൈവരാജ്യത്തിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ആദ്യത്തെ കീ പ്രിൻസിപ്പിൾ ശിശുക്കളെ പോലെ ആകുക എന്നുള്ളതാണ്. അപ്പൊ ഈ ദൈവരാജ്യത്തിൽ എൻ്റർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ കയറി വരുന്ന പ്രധാനപ്പെട്ട ചിന്ത സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്നാണ്. സ്വർഗത്തിൽ ഒരു ദൈവരാജ്യമുണ്ട്, അവിടേക്ക് പോകണമെങ്കിൽ കുഞ്ഞു പിള്ളേരുടെ കൂട്ടാവണം എന്നുള്ളതാണ്. പക്ഷെ അതല്ല. യേശു പറയുന്നുണ്ട്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അമംഗ് യു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്. വേറൊരു സ്ഥലത്ത് പറയുന്നു, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അമംഗ് യു, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു. അപ്പൊ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും പരിശുദ്ധാത്മാവിലുള്ള സമാധാനവും. അപ്പൊ ഈ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ആ ഒരു ഹെവൻലി എക്സ്പീരിയൻസ് ദാറ്റ് വി ഹാവ് ഇൻ ദിസ് എർത്ത്, ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ ദൈവത്തിന്റെ കിങ്ഡമിനെ എൻജോയ് ചെയ്യുന്നതാണ് ദൈവരാജ്യം എന്ന് പറയുക. ആ ദൈവത്തിന്റെ ആ ഹെവൻലി പ്രിൻസിപ്പിൾ ഈ ഭൂമിയിൽ നമ്മളിലൂടെ നിറവേറപ്പെടുക. അതാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതാണ് ഈ കിങ്ഡം എക്സ്പീരിയൻസ്. അപ്പൊ ഈ കിങ്ഡം എക്സ്പീരിയൻസിലേക്ക് നിനക്ക് എത്തണമെങ്കിൽ, ഒരു വ്യക്തിക്ക് ഒരു കിങ്ഡം എക്സ്പീരിയൻസിലേക്ക് എത്തണമെങ്കിൽ ഈ വാക്യം നിങ്ങൾ വായിക്കുക. And verily I say unto you, except ye turn and become as little children, ye shall in no wise enter into the kingdom of heaven. So നിങ്ങൾക്ക് ആ കിങ്ഡം ഓഫ് ഹെവൻ എന്നുള്ള എക്സ്പീരിയൻസിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ആദ്യമേ എന്താവണം?
ചെറിയ കുട്ടികളെ പോലെ ആകണം. സോ ചെറിയ കുട്ടികളെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാവുന്നേ? ചെറിയ കുട്ടികളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ട്രസ്റ്റ് ചെയ്യും. ബ്ലൈൻഡ്ലി ട്രസ്റ്റിംഗ്. അവരവരുടെ ട്രസ്റ്റാണ്. ഒരു ചെറിയ കുട്ടി അവൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവൻ ഡസൻ കെയർ അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട്. അവൻ അപ്പുറത്ത് വരുന്ന കാറിനെ കുറിച്ച് ബോധേഡല്ല, ഇപ്പുറത്ത് പോകുന്ന ബൈക്കിനെ കുറിച്ച് ബോധേഡല്ല, ഫ്രണ്ടിൽ റെഡ് സിഗ്നൽ ആണോ ഗ്രീൻ സിഗ്നൽ ആണോ എന്നുള്ളതിനെ കുറിച്ച് ബോധേഡല്ല. അവൻ എൻജോയ് ചെയ്യുകയാണ് ആ ഫാദറിന്റെ കൂടെ ഉള്ള റിലേഷൻഷിപ്പിൽ. അവനിങ്ങനെ ഐസ്ക്രീം ഒക്കെ തിന്ന് ചാടി ഇങ്ങനെ നടക്കും. അപ്പൊ അവനല്ല ടെൻഷൻ എടുക്കുന്നത്. അവന്റെ ആ ജേണിയിൽ ആ ടെൻഷൻ ക്യാരി ചെയ്യുന്നത് അവനല്ല, അവന്റെ കൈകൾ പിടിച്ചിരിക്കുന്ന പിതാവാണ് അവന്റെ ടെൻഷൻ ക്യാരി ചെയ്യുന്നത്. അപ്പൊ അതേ പക്ഷെ നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ പെർഫോമൻസിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റോഡ് ക്രോസ് ചെയ്യാൻ ആരുമില്ല, തനിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയുടെ കൂട്ടാണ് നമ്മള്, ഒരു അഡൽറ്റ്. അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ മറന്നുപോയി ദൈവത്തെ. ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള ട്രസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു. ആദത്തിനും ഹവ്വയ്ക്കും പറ്റിയതും മറിച്ചൊന്നുമല്ലായിരുന്നു. കുട്ടികളുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർക്ക് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് അവരുടെ ഉള്ളിൽ സ്ട്രോങ് അല്ല. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് അവരുടെ ഉള്ളിൽ സ്ട്രോങ് അല്ല. ബിക്കോസ് അതിലല്ല ഡ്വെൽ ചെയ്യുന്നത്. ആദമിന്റെ ഹവ്വയുടെയും കേസ് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവർ നന്മ തിന്മയുടെ അറിവിന് മുകളിലായിരുന്നു അവരുടെ ജീവിതം. അവരുടെ നീതീകരണം, അവരുടെ വിശുദ്ധി, അവരുടെ എല്ലാം എന്ത് ചെയ്തു എന്നുള്ളതിലല്ലായിരുന്നു, മറിച്ച് അവരെ ദൈവം വിശുദ്ധരാക്കി എന്നുള്ളതായിരുന്നു അവരുടെ ക്വാളിറ്റി. കർമ്മണ പ്രാപിച്ചെടുത്ത വിശുദ്ധിയും നീതിയുമല്ല, പക്ഷേ ജന്മന അവർക്ക് ദൈവം ദാനമായി കൊടുത്ത വിശുദ്ധിയും നീതിയുമായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക, ഈ കർമ്മണ. അപ്പൊ എന്താണ് ആദത്തിന്റെ ഹവ്വയുടെ ലൈഫിൽ പറ്റിയ വീഴ്ച? കാരണം പിശാച് വന്നിട്ടൊരു സുവിശേഷം പറഞ്ഞു. എന്താണ് ആ സുവിശേഷം? നിങ്ങൾ നന്മ തിന്മയുടെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കുക, അപ്പോൾ നിങ്ങൾക്ക് നന്മ എന്താണ് തിന്മ എന്താണെന്ന് അറിയാൻ പറ്റും. നന്മ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിനെ പോലെ ആകാം. ഇതിന്റെ ഒരു ഷോർട്ട് വേർഷൻ ആണ് അവിടെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നത്. ബട്ട് ഇഫ് യു റിയലി മെഡിറ്റേറ്റ് ഓൺ ഇറ്റ്, ആദമും ഹവ്വയും ദൈവം അവർക്ക് ജന്മനാ കൊടുത്ത ദൈവീക നീതീകരണത്തിൽ നിന്ന് വീണ് അവർ സ്വയം പെർഫോം ചെയ്ത് ഒരു ബെറ്റർ പേഴ്സൺ ആകാൻ നോക്കി, സ്വയം വിശുദ്ധി ആകാൻ നോക്കി. അപ്പൊ സെൽഫ് റൈറ്റ്യസ്നെസ്, ഗോഡ്സ് റൈറ്റ്യസ്നെസ്സിൽ നിന്ന് അവർ സെൽഫ് റൈറ്റ്യസ്നെസ്സിലേക്ക് വീണുപോയി. അപ്പോൾ ശിശു എന്നുള്ള അവസ്ഥയിൽ നിന്ന് അവര് സ്ലിപ്പായി പോയി. അപ്പൊ ഹൂ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എന്നുള്ള ചോദ്യം അവിടെയാണ് സ്റ്റാർട്ട് ആവുന്നത്. കാരണം ദൈവത്തിന് സമമാവാനാണ് അവര് നോക്കുന്നത്. കാരണം ദൈവം നീ പഴം നീ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നീ എനിക്ക് തന്ന സ്ത്രീയാണ് എനിക്ക് ഫലം തന്നത് എന്നവിടെ പറയുക. അപ്പോൾ ആദം ശ്രമിക്കുന്നത് ഐ ആം ഗ്രേറ്റർ ദാൻ ദിസ് വുമൺ, ഇവളാണ് എനിക്ക് പഴം തന്നത്, അപ്പൊ ഞാൻ ഇവളെയും കാട്ടിലും ബെറ്റർ ആണ്. സോ ഐ ആം ദ ഗ്രേറ്റസ്റ്റ് ഹിയർ, എന്റെ പൊസിഷൻ ആണ് ബെറ്റർ. അപ്പോൾ സ്ത്രീ എന്താണ് ചെയ്യുന്നത്? സ്ത്രീ പറയാണ് ഞാൻ തിന്നതല്ല, എനിക്ക് പിശാച് കൊണ്ട് തന്നതാ. അപ്പൊ പിശാച് കൊണ്ട് തന്നപ്പോ എന്റെ പ്രശ്നമല്ല, ഞാനല്ല പ്രശ്നക്കാരി, പിശാചാണ്. സോ ഐ ആം ബെറ്റർ ദാൻ സാറ്റൻ. സാത്താനെ കാട്ടിലും ഈ പിശാചിനെ കാട്ടിലും ബെറ്റർ ഞാനാ. സോ ഇവരിവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്
ബെറ്റർ എന്നുള്ളതാണ്. ഹൂ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ ദ കിങ്ഡം എന്നാണ് അവര് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു മത്സരത്തിനിടയിൽ ദൈവവും അവരും തമ്മിലുള്ള ദൈവം ആഗ്രഹിക്കുന്നത് നീ പ്രവർത്തിയാൽ നീ ഗ്രേറ്റസ്റ്റ് ആവാനല്ല, ആ ഒരു പെർഫെക്റ്റ് സിങ്ക്രണൈസേഷനിൽ പോകാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാക്യം നമ്മളിവിടെ വായിച്ചു. ഇത് ബൈബിളിൽ പല രീതിക്കുള്ള പല ഡയമെൻഷൻസിലും നമുക്ക് ദൈവത്തിന്റെ വെളിപ്പാടുകൾ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഞാൻ ബാക്കി കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാം, നിങ്ങളത് വായിക്കുക. Who then is greatest in the kingdom of heaven എന്നിവിടെ ചോദിക്കുകയാണ്. And he called a child and set in midst of them. കുട്ടികളെ പോലെ ആയില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒന്നാമത് വേണ്ടത് ദൈവത്തിലുള്ള ട്രസ്റ്റ്, ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുക. എൻ്റെ നീതീകരണം, എൻ്റെ വിശുദ്ധീകരണം ഇതെല്ലാം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. രണ്ടാമത് സ്വയനീതിയിൽ നിന്ന് മാറി ദൈവനീതിയിലേക്ക് എത്തുക, സ്വയവിശുദ്ധിയിൽ നിന്ന് മാറി ദൈവവിശുദ്ധിയിലേക്ക് എത്തുക. ദൈവം എന്നെ നീതീകരിക്കണം, ദൈവം എന്നെ വിശുദ്ധീകരിക്കണം. അടുത്തതായിട്ട് whoever therefore shall humble himself as this little child, the same is the greatest in the kingdom of heaven. തന്നെ താൻ ഹംബിൾ ചെയ്യണം. എങ്ങനെയാണ് ഹംബിൾ ചെയ്യുന്നത്? ദൈവമേ ഇങ്ങനെ ഹംബിൾ കുനിഞ്ഞല്ല ഹംബിൾ ചെയ്യുന്നത്, പക്ഷെ ഇറ്റ്സ് നോട്ട് മൈ വർക്ക്സ്. പലപ്പോഴും നമ്മൾ ഹംബിൾ ആവുന്നത്, ഞാൻ നൊയമ്പ് കംപ്ലീറ്റ് ചെയ്തു, ഞാൻ എല്ലാ ഞായറാഴ്ചയിലും പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ട്, കുർബാനയ്ക്ക് പോകാറുണ്ട്, ഞാൻ പ്രാർത്ഥനാ യോഗത്തിന് പോകാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ പഫപ്പാണ് ചെയ്യിപ്പിക്കുന്നത്. നമ്മളെ ഒരിക്കലും ഹംബിൾ അത് നമ്മളെ ആക്കുന്നില്ല. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും പെർഫോം ചെയ്യുമ്പോൾ, ഓരോ കാര്യങ്ങളും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഹ്യൂമിലിറ്റി ആണ് വരേണ്ടത്, ഹംബിൾനെസ് ആണ് വരേണ്ടത്. അതിന് പകരം നമ്മൾ ആത്മീയതയിൽ എന്തൊക്കെയോ നേടി എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് പലപ്പോഴും നമ്മൾ കടക്കാറുണ്ട്. ആ കാര്യം മറന്നു പോകാതിരിക്കാൻ എത്ര വലിയ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചാലും ആ ഹംബിൾ നേച്ചർ നിന്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോകാതിരിക്കാനും, നീ എപ്പോഴും ആ ഹംബിൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കാനും, ദൈവത്തിന്റെ മുന്നിൽ ഹംബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സുറിയാനി സഭയിൽ ഈ കുറിയലായിസോൻ എന്നുള്ള വേർഡ്. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് മദ്ബഹായിൽ നിൽക്കുന്ന പുരോഹിതൻ വരെ എല്ലാം കഴിയുമ്പോൾ പറയാണ്, ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ. അവിടെ ദൈവത്തിന്റെ മുന്നിൽ തന്നെ താൻ ഹംബിൾ ചെയ്യപ്പെടുകയാണ്. ആ ഹംബിൾ ആറ്റിറ്റ്യൂഡാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഓരോ ലെവലിൽ നമ്മൾ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുമ്പോഴും അവിടെ ഞാൻ ഇതൊക്കെ നേടി, ഞാൻ ഇതൊക്കെ ചെയ്തു എന്നുള്ള അഹങ്കാരത്തിൽ വളരാതെ, ദൈവമേ എന്നെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിച്ചു, നീ എന്നെ സഹായിക്കാതെ എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റത്തില്ല, എന്നോട് കരുണ ചെയ്യണമേ ദൈവമേ, ഇത് ചെയ്തത് പോലും ഒന്നും പെർഫെക്റ്റ് അല്ല, നിന്റെ വിശുദ്ധിയുടെ മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല എന്നുള്ള ഒരു ഹംബിൾ നേച്ചർ നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായി വന്നിരിക്കണം. അങ്ങനെയുള്ളവരാണ് ആ കിങ്ഡം ഓഫ് ഗോഡിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. കാരണം അവരാണ് ദൈവത്തിന്റെ ട്രിനിറ്റിയോട് കൂടുതൽ സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റുക. കാരണം പിതാവ് എങ്ങനെ പുത്രന്റെ മുന്നിൽ ഹംബിൾ ആകുന്നോ, പുത്രൻ എങ്ങനെ പിതാവിന്റെ മുന്നിൽ ഹംബിൾ ആകുന്നോ, പരിശുദ്ധ റൂഹ എങ്ങനെ പിതാവിന്റെയും പുത്രന്റെയും മുന്നിൽ ഹംബിൾ ആകുന്നോ, ആ പെർഫെക്റ്റ് ട്രിനിറ്റി, ആ പെർഫെക്റ്റ് സിങ്ക്രണൈസേഷൻ, അതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുക. അപ്പൊ നമ്മളും ദൈവത്തിന്റെ മുന്നിൽ ഹംബിൾ ആവും. അപ്പൊ ദൈവവും നമ്മുടെ മുന്നിൽ ഹംബിൾ ആവും. ദൈവം നമ്മുടെ മുന്നിൽ ഹംബിൾ ആവും എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അയ്യോ ദൈവം എങ്ങനെ ഹംബിൾ ആവും? യെസ്, അവൻ ഹംബിളായി. അതാണ് ഇൻകാർണേഷൻ. ദൈവം മനുഷ്യന്റെ മുന്നിൽ ഹംബിളായി, അവന്റെ മുന്നിൽ മുട്ടുകുത്തി അവന്റെ കാലുകൾ കഴുകി കൊടുത്തു. സോ ആ ഹംബിൾനെസ്, അപ്പൊ ദൈവവും ആഗ്രഹിക്കുന്നത് അതാണ്. എല്ലാം ഒരു പെർഫെക്റ്റ് ലൗഡ് ആൻഡ് സിങ്ക്രണൈസ്ഡ് ഫോമിൽ പോണം എന്നാണ് ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ. അതാണ് ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ. സോ നമ്മൾ അതിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, who shall receive such child in my name receive me, and who shall cause one of these little ones that believes in me to stumble, it's profitable for him that a great millstone should be hanged on his neck. എന്നിട്ട് ഇവിടെ പറയാണ്, woe to the world because of the occasions of the stumbling, for it must needs be that the occasions come, but woe to that man through whom the occasions come. ഈ അടുത്ത വാക്യം നമ്മളെല്ലാവരും വളരെ സുപരിചിതമായിട്ടുള്ള വാക്യമാണ്. അപ്പോൾ ഈ വാക്യത്തിൽ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് എനിക്ക് ഗ്രേറ്റസ്റ്റ് ആവാൻ പറ്റുന്നത്?
അവിടെ യേശു പറയാണ്, നീ ശിശുവിനെ പോലെ ആകണം, നീ ഹംബിൾ ആകണം. എന്നിട്ട് ഈ ഒരു വാക്യത്തിൽ വായിക്കുകയാണ്, if thy hand or thy foot causes thee to stumble. അപ്പൊ ശിശുവിനെ പോലെ ആകുന്നതിൽ നിന്നും നിന്റെ കയ്യോ നിന്റെ കാലോ നിനക്ക് ഇടർച്ച വരുത്തിയാൽ കാസ്റ്റ് ഇറ്റ് ഫ്രം thee, അത് നിന്നിൽ നിന്ന് വെട്ടിക്കളയുക. അപ്പൊ ഈ വാക്യം പറയുമ്പോൾ നമ്മളെല്ലാം ലിറ്ററൽ ആയിട്ട് എടുക്കരുത്. ഇവിടെ പറയുന്നത് നീ ശിശുവിനെ പോലെ ആകണം, നീ ദൈവത്തിന്റെ മുന്നിൽ ഹംബിൾ ആകണം എന്ന് പറയുകയാണ്. അപ്പൊ ദൈവത്തിന്റെ മുന്നിൽ ഹംബിൾ ആകുമ്പോൾ, നീ ശിശുവിനെ പോലെ ആകുമ്പോൾ നിന്റെ കയ്യോ കാലോ നിനക്ക് അതിന് ഇടർച്ച വരുത്തിയാൽ, എന്തിടർച്ചയാണ് വരുത്തുന്നത്? ഞാൻ എൻ്റെ കൈയും കൊണ്ട് ചില ദാനധർമ്മങ്ങൾ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും, ഓ എൻ്റെ കോളർ ഞാനൊന്ന് പൊക്കും, ഞാൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്തു. ഞാൻ എൻ്റെ കൈ കൊണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും, ഞാൻ എൻ്റെ കൈ കൊണ്ട് പള്ളിയിൽ സ്വോത്രകാഴ്ച കൂടുതൽ ഇടുമ്പോഴും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് കൂടുതൽ കാശ് കൊടുക്കുമ്പോഴും എൻ്റെ ഈ കൈ എൻ്റെ ഈ ഹംബിൾനെസ്സിന് ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി മാറുകയാണ്. ദൈവത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓടുന്നു, ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ ഓടുന്നു എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കാലുകൾ അവർക്ക് ഇടർച്ചയാകുക. കാരണം അവർ ഈ ഓടിയത് കൊണ്ട് അവർക്ക് എന്തോ ഒരു കിരീടം അവിടെ സ്വർഗത്തിൽ കിട്ടുമെന്ന് അവർ പറയുക. ഇവിടെ ചോദിച്ച ചോദ്യം ഹൂ വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് എന്നാ ചോദിച്ചത്. ആ ഗ്രേറ്റസ്റ്റ് ആകുന്നതിന് ഇവിടെ പറയുന്ന ആൻസർ ഇതാ, നീ ശിശുവിനെ പോലെ ആകണം. യു ഹാവ് ടു ട്രസ്റ്റ് ഇൻ ഗോഡ്. നീ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യണം. അപ്പൊ ദൈവത്തിന്റെ നീതിയിൽ ആശ്രയിക്കാതെ സ്വയനീതിയിൽ ആശ്രയിക്കുവാനായി നിന്റെ പ്രവർത്തികൾ നിന്നെ ഹൈലൈറ്റ് ചെയ്ത് മുന്നിൽ കാണിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ പ്രവർത്തികൾ മൂലം ദൈവം നിനക്കൊരു പ്രത്യേക പരിഗണന തരും എന്ന് നിന്റെ ഹൃദയത്തിൽ തോന്നുന്നെങ്കിൽ, നിന്റെ ആ കൈയുടെ പ്രവൃത്തിയെ കാസ്റ്റ് ഔട്ട് ചെയ്ത് കളയുക. നിന്റെ കാലിന്റെ ആ പ്രവൃത്തിയെ കാസ്റ്റ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യണ്ടെന്നല്ല ഇവിടെ പറയുന്നത്. നിന്റെ ആ പ്രവർത്തികൾ കൊണ്ട് വന്നിരിക്കുന്ന ആ നിന്റെ അഹങ്കാരത്തെ, ആ അഹംഭാവത്തെ കാസ്റ്റ് ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കിവിടെ വായിക്കാൻ പറ്റുന്നുണ്ട്, ആൻഡ് ഇഫ് ദൈൻ ഐ കോസസ് thee to stumble, pluck it out. നമ്മൾ പലപ്പോഴും പറയും, നമ്മൾ ദൈവവചനം വായിച്ചു, അത് ചെയ്തു, ഞാൻ എപ്പോഴും ധ്യാനിക്കുകയാണ്, എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ, ദൈവമേ ഞാൻ കുറവുള്ളവൻ മാത്രമാണ്, ഈ വഴി കള്ളു കുടിച്ചിട്ട് കിടക്കുന്നവരെക്കാട്ടിലും യാതൊരു ഗുണവും എൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചില്ല എന്ന് സമ്മതിക്കാൻ മാത്രം ഹംബിൾനെസ് നമ്മുടെ ഉള്ളിൽ വേണം. അതില്ലെങ്കിൽ നമ്മൾ സ്വയനീതിയിലായി ദൈവത്തിന്റെ നീതിയിൽ നിന്ന് വീണുപോയി. വി ഹാവ് ഫോളൻ ഫ്രം ഗ്രേസ്. ദൈവത്തിന്റെ കൃപയിൽ നിന്ന് വീണുപോയി. അപ്പൊ ദൈവം നമ്മുടെ അടുത്തുനിന്ന് ആഗ്രഹിക്കുന്ന ഇതാണ്. അപ്പൊ നമ്മുടെ കയ്യോ കാലോ നമ്മുടെ പ്രവർത്തികൾ എന്തെങ്കിലും നമ്മളെ ഈ ഹംബിൾനെസ്സിൽ നിന്ന് നമ്മളെ തടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ചിന്തകളെ നമ്മുടെ ഉള്ളിൽ നിന്ന് കാസ്റ്റ് ഔട്ട് ചെയ്യുക. കാരണം ഈ ചിന്തകൾ, ഈ പ്രവർത്തികളെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ ഈ വേൾഡിൽ ഒരു നരകത്തിന്റെ എക്സ്പീരിയൻസിൽ കൂടെ പോകുന്നതിനെക്കാട്ടിലും ബെറ്റർ ആണ്. ഈ വേൾഡിൽ കൂടെ എങ്ങനെയാ നരകത്തിന്റെ എക്സ്പീരിയൻസിൽ കൂടെ പോകുന്നത്? നമ്മൾ ഈ പ്രവർത്തികൾ ചെയ്യാൻ നിർത്തി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് ഞാൻ ദാനധർമ്മം ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ഇതുകൊണ്ടൊക്കെ ദൈവം എന്നെ സഹായിക്കും, ദൈവം എന്നെ രക്ഷിക്കും, ദൈവം ഇതുകൊണ്ട് എൻ്റെ ഒരു സ്പെഷ്യൽ ഫേവർ ഉണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ, ഇത് നമ്മളെ കൂടുതൽ കൂടുതൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ ഇനിയും ചെയ്യണം, ഇനിയും ചെയ്യണം, ഇനിയും ചെയ്യണം. അങ്ങനെ ചെയ്ത് വന്ന് കൂടുതൽ ചെയ്യുന്തോറും ഇതൊന്നും പോരാ, ഇനിയും ചെയ്യണമെന്ന് വരും. അത് നമുക്ക് ചെയ്യാതെ ആവുമ്പോൾ നമ്മൾ പിന്നെ ഒരു നരകത്തിലായിരിക്കും ജീവിക്കുന്നത്, ലിറ്ററലി. കാരണം ദൈവത്തിന്റെ ലെവലിലേക്ക് ഉയരാൻ ഒരിക്കലും മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. നമ്മൾ ഫോൾ ഷോട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഫോൾ ഷോട്ട് ചെയ്യുന്ന ഭയത്തിലായിരിക്കും ആ മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രവൃത്തിയിലൂന്നി, സ്വന്തം ക്യാരക്ടറിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം നീതിയും സ്വന്തം ഹോളിനെസ്സും
ഞാൻ തന്നെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ആ ബിൽഡ് ചെയ്യുന്ന ബ്ലോക്ക് എന്റെ പ്രവർത്തികൾ കൊണ്ട് നഷ്ടപ്പെടാം. ഞാൻ ഒരു 100 നല്ല പ്രവൃത്തി ചെയ്തു, ആ 100 നല്ല പ്രവൃത്തിയിൽ 101ാമത് ചെയ്തത് ഒരു തിന്മ പ്രവൃത്തിയാണെങ്കിൽ ഞാൻ ചെയ്ത 100 എണ്ണവും താഴെ വീഴും. ആ താഴെ വീഴുന്ന ഭയത്തിൽ, ആ ഭയം എന്ന നരകത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. സ്വന്തം പ്രവർത്തികൾ കൊണ്ട് പടുത്തുയർത്തുന്ന കൊട്ടാരങ്ങൾ, ആ കൊട്ടാരം എപ്പോഴാണ് വീണു പോവുക എന്നുള്ള ഭയത്തിലാണ്, ആ തീ നരകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ തീ നരകത്തിൽ ജീവിക്കുന്നതിനെക്കാട്ടിലും ഭേദം നിന്റെ ഈ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും നീ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ നീ ആശ്രയിക്കാതെ ദൈവം നിനക്ക് ഫ്രീ ആയിട്ട്, നീതിയായിട്ട്, നിനക്ക് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് തരുന്ന ആ നീതിയിലും ആ വിശുദ്ധിയിലും നീ ജീവിച്ചാൽ യു വോണ്ട് വറി. നീ പിന്നെ വറീഡ് ആയിരിക്കത്തില്ല, നിന്റെ പെർഫോമൻസിൽ വറീഡ് ആയിരിക്കത്തില്ല. പക്ഷെ നിന്റെ ഉള്ളിലെ പെർഫോമൻസ് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ഒരു ഫ്രൂട്ടായിട്ട് പുറപ്പെടുവിക്കും. നമ്മൾ വർക്കായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ നോക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക, അതൊരു ഫ്രൂട്ടായിട്ട് വെളിപ്പെടുക എന്നുള്ളതാണ്. അതിനാണ് നമ്മളുടെ ജീവിതത്തിൽ ഈ കൂദാശകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഭ തന്നിരിക്കുന്നത്. കാരണം ഈ കൂദാശകളിൽ കൂടെ ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ട് നമ്മൾക്ക് ഒരുപാട് സഹായകരമായിരിക്കും. ഇനി ഞാനൊരു അവസാന ഭാഗം കൂടി ഇതിനകത്ത് ചിന്തയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ട് ഞാനിത് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് സക്കറിയ 8:7 പിതാക്കന്മാർ ക്രമീകരിച്ചേക്കുന്ന വായനാ ഭാഗത്തിൽ നിന്നാണ് ഇന്ന് വായിക്കുന്നത്. സക്കറിയ 8:7 Thus says Jehovah of hosts, behold, I will save my people from the east country and from the west country. ഇവിടെ പറയണം, behold, I will save my people from the east country and from the west country. ഇതൊരു ആത്മീയ അർത്ഥമാണ്. ദൈവം നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ചിന്തകളിൽ നിന്നാണ്. ഒന്ന്, ഞാൻ ദൈവത്തിന്റെ മുന്നിൽ ഒന്നുമല്ല, ഐ ആം അൺക്വാളിഫൈഡ്, സോ ഐ ഡെഫിനറ്റ്ലി ഡിസേർവ് ഹെൽ എന്ന് ദൈവത്തിന്റെ മുന്നിൽ ഒരു യോഗ്യതയില്ല, അല്ലെങ്കിൽ ദൈവത്തിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ, ദൈവത്തിന്റെ നീതീകരണത്തിൽ കോൺഫിഡൻസ് ഇല്ലാത്ത നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ഈസ്റ്റ് കൺട്രി. അപ്പൊ അതേ സമയത്ത് വെസ്റ്റ് കൺട്രി ഉണ്ട്. വെസ്റ്റ് കൺട്രി എന്ന് വെച്ചാൽ എന്നാ, നമ്മുടെ പ്രവൃത്തിയിൽ ആശ്രയിച്ച് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ട് ദൈവം എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഒരു സ്ഥലത്തൊരു പാപിയായിട്ടൊരു വ്യക്തി നിൽക്കുന്നു, അവന് ഇനി ഞാൻ നന്നായിട്ടും വലിയ കാര്യമില്ല, കാരണം ഞാൻ ഇത്രയൊക്കെ തെറ്റ് ചെയ്ത് ഇനിയും ദൈവം എന്നെ സ്നേഹിക്കത്തില്ല എന്നുള്ള ചിന്ത. ഒരു വശത്ത് വേറൊരു വിശുദ്ധി നിൽക്കുന്നു, അവൻ ജീവിതത്തിൽ മൊത്തം കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു, അപ്പൊ ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ ദൈവം എനിക്ക് എന്തൊക്കെയോ ഒരു മെറിറ്റ് തരുമെന്ന് നിൽക്കുന്നു. ഇത് രണ്ടും ഒരു മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ ദൈവം ഇവിടെ പറയാണ്, thus says Jehovah of hosts, behold, I will save my people from east country and from west country, and I will bring them, and they shall dwell in the midst of Jerusalem. ഞാൻ അവരെ കൊണ്ടുവരും, അവര് യെരുശലേമിന്റെ മധ്യത്തിൽ, ആ ഹെവൻലി ജെറുസലേം എക്സ്പീരിയൻസ്, കിങ്ഡം ഓഫ് ഗോഡ്, അതിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരും. and they shall be my people and I will be their God in truth and in righteousness. അപ്പൊ ഇവിടെ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ നിങ്ങൾ രക്ഷപ്പെട്ടോണം, ഈസ്റ്റ് കൺട്രിയിൽ നിന്നും, നിങ്ങൾ വെസ്റ്റ് കൺട്രിയിൽ നിന്ന് രക്ഷപ്പെട്ടോണം, നിങ്ങൾ യെരുശലേമിലേക്ക് വന്നോണം എന്നല്ല ഇവിടെ പറയുന്നത്, നിങ്ങളെ ഞാൻ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ആ പ്രോമിസ് വായിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്, ഇവിടെ നമ്മൾ വായിക്കുന്നത്. അതാണ് ദൈവം പറയുന്നത്, ഞാൻ ഐ ആം ആൽഫ ആൻഡ് ഒമേഗ, ഐ ആം ദി ഓഥർ ആൻഡ് ഐ ആം ദ ഫിനിഷർ. ദൈവം തുടങ്ങി വെക്കും, ദൈവം നിർത്തും. അപ്പം ട്രിനിറ്റി എന്നുള്ള വിഷയം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 പരിശുദ്ധ ന്യൂമാകൾ ഒന്നായി നിലകൊള്ളുന്നു. അവരുടെ ഉള്ളിലുള്ള പെർഫെക്റ്റ് സിങ്ക്രണൈസേഷൻ, പെർഫെക്റ്റ് ലവ് ആൻഡ് പെർഫെക്റ്റ് ഹ്യൂമിലിറ്റി, വിച്ച് ലവിൽ നിന്ന് വരുന്ന ആ ഹ്യൂമിലിറ്റി, ആ ഹ്യൂമിലിറ്റിയിൽ അവർ പെർഫെക്റ്റ് പെറിക്കോറോസിസിൽ നിലകൊള്ളുന്നു. ദൈവം
മനുഷ്യരെ കുറിച്ച്, തൻ്റെ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ഹംബിൾനെസ്സിലും ദൈവത്തിൻ്റെ നീതിയിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ആശ്രയിച്ച്, സ്വന്തം പ്രവൃത്തിയിൽ ഊതാതെ ദൈവത്തിൻ്റെ ആ പെറിക്കോറോസിസ് എക്സ്പീരിയൻസിലേക്ക് എത്തിച്ചേരാനായിട്ടാണ് ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതേപോലെ ഈ എക്സ്പീരിയൻസിലേക്ക് എത്തിച്ചേരാനായിട്ട് ദൈവമാണ് ദൈവത്തിൻ്റെ സഭയെ സഹായിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ നോയമ്പിന്റെ ചിന്തകളിൽ ഇതാണ് നമ്മൾ ധ്യാനിച്ചത്. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഇത് കൂടുതൽ ഈ വിഷയത്തിലേക്ക് നിങ്ങൾ ധ്യാനിക്കുക, ഈ വാക്യങ്ങൾ വായിക്കുക. ദൈവം പല ഡയമെൻഷൻസ് എല്ലാവർക്കും ഓപ്പൺ ചെയ്തു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മേ ഗോഡ് ബ്ലെസ് യു.